London equations. According to the Meissner effect, the superconducting specimen expels magnetic flux completely from its interior below the critical temperature. It is not found to be correct in the case of thin films. On the basis of Maxwell's electrodynamic equations alone, it has not been possible to deduce the Meissner effect and field penetration in superconductors. Therefore, based on the two-fluid model, F. London and H. London first examined the magnetic aspects quantitatively and showed that it was necessary to introduce two additional equations to explain them completely. മീസ്നർ എഫക്റ്റ് അനുസരിച്ച് ഒരു സൂപ്പർ കണ്ടക്ടിങ് സ്പെസിമെനിൽ നിന്ന് മാഗ്നറ്റിക് ഫ്ലക്സ് പുറത്തോട്ട് എക്സ്പെൽ ചെയ്യും ബിലോ ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണെങ്കിൽ. എബോവ് ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണെങ്കിൽ ആ സ്പെസിമെൻ ഇരിക്കുന്നെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് അകത്തോട്ട് പോകും. പക്ഷേ തിൻ ഫിലിംസിന്റെ കേസിൽ ഈ മീസ്നർ എഫക്റ്റ് കറക്റ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ മാക്സ്വെൽസ് ഇലക്ട്രോഡൈനാമിക് ഇക്വേഷൻസ് മാത്രം വെച്ച് മീസ്നർ എഫക്റ്റിനെയും ഫീൽഡ് പെനിട്രേഷനെയും ഒക്കെ സൂപ്പർ കണ്ടക്ടേഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതായി. ഈ ടൈമിലാണ് ലണ്ടൻ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ് രണ്ട് ആളുകൾ, എഫ് ലണ്ടൻ ആൻഡ് എച്ച് ലണ്ടൻ, മാഗ്നറ്റിക് ആസ്പെക്ട്സ് ക്വാണ്ടിറ്റേറ്റീവ്ലി എക്സാമിൻ ചെയ്തിട്ട് അവർ രണ്ട് ഇക്വേഷൻസ്, അഡീഷണൽ ആയിട്ട് രണ്ട് ഇക്വേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിനെയാണ് ലണ്ടൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ടു ഫ്ലൂയിഡ് മോഡൽ? ടു ഫ്ലൂയിഡ് മോഡൽ എന്ന് വെച്ചാൽ ഒരു സൂപ്പർ കണ്ടക്ടറിൽ രണ്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രോൺസ് കാണും. നോർമൽ ഇലക്ട്രോൺസും കാണും, സൂപ്പർ ഇലക്ട്രോൺസും കാണും. ദ നോർമൽ ഇലക്ട്രോൺസ് ബിഹേവ്സ് ഇൻ യൂഷ്വൽ മാനർ. സാധാ പോലെ കാണുന്ന ഇലക്ട്രോൺസ് ആണ് നോർമൽ ഇലക്ട്രോൺസ്. പക്ഷേ ഈ സൂപ്പർ ഇലക്ട്രോൺസിന് കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ദ എക്സ്പീരിയൻസ് നോ സ്കാറ്ററിംഗ്, ഹാവിംഗ് സീറോ എൻട്രോപ്പി ആൻഡ് ഹാവ് എ ലോങ് കോഹറൻസ് ലെങ്ത് ആൻഡ് സോ ഓൺ. അതായത് സ്കാറ്ററിംഗ് എക്സ്പീരിയൻസ് ചെയ്യത്തില്ല അവർ സൂപ്പർ ഇലക്ട്രോൺസ്. പിന്നെ സീറോ എൻട്രോപ്പി ആയിരിക്കും. എൻട്രോപ്പി എന്ന് പറയുമ്പോൾ ഡിസോർഡർ ഓഫ് എ സിസ്റ്റം, അത് സീറോ എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ഓർഡറിലായിരിക്കും ഇതിരിക്കുന്നത്. പിന്നെ ലോങ് കൊഹറൻസ് ലെങ്ത് ആയിരിക്കും. കൊഹറൻസ് ലെങ്ത് എന്ന് പറയുന്നത് ഓർഡർ പാരാമീറ്ററുമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനമാണ്. അതെന്താണെന്ന് ഇവിടെ പറയുന്നു, ഇനി താഴോട്ട് പറയുന്നുണ്ട്. അപ്പം പിന്നെ ഈ സൂപ്പർ ഇലക്ട്രോൺസും നോർമൽ ഇലക്ട്രോൺസും നമ്പർ ഡെൻസിറ്റി കാണിക്കുന്ന ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സൂപ്പർ ഇലക്ട്രോൺസിൻ്റെയും നോർമൽ ഇലക്ട്രോൺസിൻ്റെയും നമ്പർ ഡെൻസിറ്റിയാണ് വൈ ആക്സിസിൽ കൊടുത്തേക്കുന്നത്, ടെമ്പറേച്ചറാണ് എക്സ് ആക്സിസിൽ കൊടുത്തേക്കുന്നത്. അറ്റ് ടി ഇസ് ഈക്വൽ ടു ടി സി ആകുമ്പോഴത്തേന് നമുക്ക് ഈ ഗ്രാഫിൽ കാണാൻ പറ്റും സൂപ്പർ ഇലക്ട്രോൺസിൻ്റെ വാല്യൂ സീറോ ആകും, നോർമൽ ഇലക്ട്രോൺസിൻ്റെ നമ്പർ ഡെൻസിറ്റി മാത്രമേ അവിടെ കാണത്തുള്ളൂ. അപ്പം ടി ഇസ് ഈക്വൽ ടു ടി സി, അത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആകുമ്പം സൂപ്പർ ഇലക്ട്രോൺസിൻ്റെ നമ്പർ ഡെൻസിറ്റി സീറോ ആവുകയും അവിടെ കോൺട്രിബ്യൂഷൻ നോർമൽ ഇലക്ട്രോൺസിൻ്റെ മാത്രമേ കാണത്തുള്ളൂ. ഇനി ടി ഇസ് ഈക്വൽ ടു സീറോ കെൽവിൻ ആകുമ്പോൾ സൂപ്പർ ഇലക്ട്രോൺസിൻ്റെ കോൺട്രിബ്യൂഷൻ മാത്രമേ അവിടെ കാണത്തുള്ളൂ, നോർമൽ ഇലക്ട്രോൺസിൻ്റെ കോൺട്രിബ്യൂഷൻ അവിടെ സീറോ ആയിരിക്കും. ആ രണ്ട് ടെമ്പറേച്ചറിൻ്റെയും നമ്പർ ഡെൻസിറ്റിയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് കാണിക്കുന്ന ഗ്രാഫാണിത്. പിന്നെ ബിറ്റ്വീൻ ഈ രണ്ട് ടെമ്പറേച്ചർ ആണെങ്കിൽ സീറോ കെൽവിനും ടി സിയുടെ നടുക്ക ടെമ്പറേച്ചർ, മിഡിൽ ടെമ്പറേച്ചർ എങ്കിൽ രണ്ട് ടൈപ്പ് ഇലക്ട്രോൺസും കാണും. Based on this model, London brothers put forward the idea that at any temperature, the total sum of super electrons and normal electrons is equal to the conduction electron density in the material in the normal state. ഈ ഐഡിയ വെച്ചിട്ട് ലണ്ടൻ ബ്രദേഴ്സ് രണ്ട് ഇക്വേഷൻസ് കൊണ്ടുവന്നു. സൂപ്പർ ഇലക്ട്രോൺസിൻ്റെ നോർമൽ ഇലക്ട്രോൺസിൻ്റെയും ടോട്ടൽ സമ്മ, അതിൻ്റെ ആ നമ്പർ ഡെൻസിറ്റിയുടെ ടോട്ടൽ സമ്മ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ഇലക്ട്രോൺസിൻ്റെ നമ്പർ ഡെൻസിറ്റിയുമായിട്ട് ഈക്വൽ ആയിരിക്കും. ഇഫ് എൻ എസ് ആൻഡ് എൻ എൻ ആർ ദ ഡെൻസിറ്റീസ് ഓഫ് നോർമൽ ഇലക്ട്രോൺസ് ആൻഡ് സൂപ്പർ ഇലക്ട്രോൺസ്, ദ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് എൻ ബിക്കം. അപ്പോൾ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് എൻ എന്ന് പറയുന്നത്, അതിൻ്റെ നമ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത് സൂപ്പർ ഇലക്ട്രോൺസിൻ്റെ നമ്പർ ഡെൻസിറ്റി പ്ലസ് നോർമൽ ഇലക്ട്രോൺസിൻ്റെ നമ്പർ ഡെൻസിറ്റി ആയിരിക്കും, എൻ എസ് പ്ലസ് എൻ എൻ. ദ നോർമൽ കറണ്ട് ആൻഡ് സൂപ്പർ കറണ്ട് ഫ്ലോ ഇൻ പാരലൽ. ഈ സൂപ്പർ ഇലക്ട്രോൺസ് കാരണവും നോർമൽ ഇലക്ട്രോൺസ് കാരണം കറണ്ട് കാണും. അപ്പോൾ ഈ രണ്ട് കറണ്ട്, അതിൻ്റെ രണ്ടിൻ്റെയും കറണ്ടാണ് നോർമൽ കറണ്ടും സൂപ്പർ കറണ്ടും. ഇത് രണ്ടും പാരലായിട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ദ കറണ്ട് ഷുഡ് ഇൻ ഫാക്ട് ബി എൻറ്റയർലി ദ സൂപ്പർ കറണ്ട് ബിക്കോസ് ദ റെസിസ്റ്റൻസ് ഓഫർ ടു ദ ഫ്ലോ ഓഫ് സൂപ്പർ കറണ്ട് ഈസ് സീറോ. ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് സീറോ ആയിരിക്കും. അപ്പോൾ സൂപ്പർ കറണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒട്ടും റെസിസ്റ്റൻസ് കാണത്തില്ല, ആ കറണ്ട് റെസിസ്റ്റൻസ് ഇല്ലാതെ ഫ്ലോ ചെയ്യും. അപ്പോൾ ആ ഒരു കണ്ടക്ടറിൽ നമ്മൾ സൂപ്പർ ഇലക്ട്രോൺസിൻ്റെ, അതായത് സൂപ്പർ കറണ്ട് മാത്രമേ അവിടുത്തെ അതിൻ്റെ കോൺട്രിബ്യൂഷൻ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. നോർമൽ ഇലക്ട്രോൺസിനെ നമ്മളിവിടെ ഇഗ്നോർ ചെയ്ത് കളയും. അപ്പോൾ സൂപ്പർ ഇലക്ട്രോൺസിൻ്റെ കോൺട്രിബ്യൂഷൻ മാത്രമേ നമ്മൾ ആ ഒരു കണ്ടക്ടിങ് സ്പെസിമെനിനകത്ത് നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് സൂപ്പർ കണ്ടക്ടിങ് ഇലക്ട്രോൺസ് ആക്സിലറേറ്റഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ഈസ്, അതായത് എഫ് ഈക്വൽ ടു എം എയും എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ എന്ന് പറഞ്ഞ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതിയിട്ടുണ്ട്. എം ഇൻറ്റു ഡി വി എസ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഇ. എം എ എന്ന് പറയുന്ന എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നിന്നാണ് എം ഇൻറ്റു ഡി വി എസ് ബൈ ഡി ടി എന്ന് എഴുതിയേക്കുന്നത്. എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ, അത്
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആയിട്ട് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ dvs/dt എന്ന് എഴുതി. മൈനസ് ഇ എഫ് ഇസിക്കൽ ക്യു ഇ എന്നുള്ള ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഇ എന്നുള്ള ഇക്വേഷൻ എഴുതിയേക്കുന്നത്. അപ്പം ക്യു എന്ന് പറയുന്നത് ചാർജാണ്, ഇവിടെ ഇലക്ട്രോണിൻ്റെ ചാർജാണ്, നമ്മൾ ഇ എന്ന് ഇവിടെ കൊടുത്തേക്കുകയാണ്. പിന്നെ dvs/dt എന്നുള്ള ആ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്ത് dvs/dtക്ക് മാത്രം ഒരു ഇക്വേഷൻ എഴുതി. dvs/dt മൈനസ് EE/m, എമ്മിനെ നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്നു. ഇത് നമ്മൾ അടുത്ത ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ dvs/dt നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്നത്. ദ കറണ്ട് ഡെൻസിറ്റി ഓഫ് സൂപ്പർ കണ്ടക്ടിങ് ഇലക്ട്രോൺസ് ഈസ്, ഒരു സൂപ്പർ കണ്ടക്ടിങ് ഇലക്ട്രോൺസിൻ്റെ കറണ്ട് ഡെൻസിറ്റി JS മൈനസ് ENS/VS എന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ, ഈ കറണ്ട് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് dJS/dt മൈനസ് ENS/dVS/dt. നമുക്ക് ഈ മേളിൽ കിട്ടിയ dVS/dt മൈനസ് EE/mനെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം മൈനസ് ENS ഇൻറ്റു മൈനസ് EE/m എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ നെഗറ്റീവ് പോസിറ്റീവ് ക്യാൻസലായിട്ട് പിന്നെ ഇയും ഇ സ്ക്വയർ ആയും NS അവിടെ കാണും, പിന്നെ ഇലക്ട്രിക് ഫീൽഡ് E കാണും ബൈ M കാണും. അപ്പം dJS/dt NS E² E/m. ഇതിനെയാണ് ഫസ്റ്റ് ലണ്ടൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് ഡിനോട്ട് ചെയ്യുന്നത് വേരിയേഷൻ ഓഫ് കറണ്ട് ഡെൻസിറ്റി വിത്ത് ടൈം. dJS/dt അല്ലേ, അപ്പോൾ വേരിയേഷൻ ഓഫ് കറണ്ട് ഡെൻസിറ്റി വിത്ത് ടൈം ആണ് ഈ ഫസ്റ്റ് ലണ്ടൻ ഇക്വേഷൻ ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ലണ്ടൻ ഇക്വേഷനകത്ത് നമ്മൾ E = 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ dJS/dt എന്ന് പറയുന്നത് 0 കിട്ടും. അപ്പോൾ JS is a constant എന്ന് നമുക്ക് പറയാൻ പറ്റും. This shows that it is possible to have steady state current in a superconductor in the absence of electric field. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ പോലും E എന്ന് പറയുന്ന ഫാക്ടർ 0 ആയാൽ പോലും ഒരു കറണ്ട് ഡെൻസിറ്റി JS അവിടെ ഉണ്ട്. അപ്പോൾ JS അവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഒരു സ്റ്റഡി ദിസ് ഷോസ് ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാവ് എ സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് ഇൻ എ സൂപ്പർ കണ്ടക്ടർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു സ്റ്റഡി സ്റ്റേറ്റിലുള്ള കറണ്ട് അവിടെ കാണാൻ പറ്റും. പക്ഷേ നോർമൽ കണ്ടക്ടറിലാണെങ്കിൽ നമ്മുടെ കറണ്ട് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ J = ആണ്. E അവിടെ 0 ആയിക്കഴിഞ്ഞാൽ J = 0. അപ്പം ദിസ് ഷോസ് ദാറ്റ് നോ കറണ്ട് ഈസ് പോസിബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ നോർമൽ കണ്ടക്ടറിൽ നമ്മുടെ കറണ്ട് പോസിബിൾ അല്ല, പക്ഷെ സൂപ്പർ കണ്ടക്ടറിൽ അത് പോസിബിൾ ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി ലണ്ടൻസ് ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് dJS/dt എന്ന് എഴുതാമല്ലോ. dJS/dt NS E² E/m നമ്മൾ എഴുതി. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന ഫസ്റ്റ് ലണ്ടൻ ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷൻ്റെ കേൾ എടുക്കുക. അപ്പം ഡെൽ ക്രോസ് dJS/dt എന്നാകും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡെൽ ക്രോസ് NS E²/m ഇൻറ്റു E എന്നാകും. ഇനി ഈ ഡെൽ ക്രോസിനെ നമ്മൾ ഡോ/dt ഓഫ് ഡെൽ ക്രോസ് JS NS E², ആ കോൺസ്റ്റൻസിനെ എല്ലാം വെളിയിൽ കൊണ്ടുവന്നു, E²/m ഡെൽ ക്രോസ് E എന്ന് എഴുതി. ഇത് നമ്മൾ അവിടെ വെച്ചിട്ട് ഇനി മാക്സ്വെൽസ് ഇക്വേഷൻ എഴുതുക. ഫ്രം മാക്സ്വെൽസ് ഇക്വേഷൻ ഡെൽ ക്രോസ് E മൈനസ് ഡോ/B/t. ഡെൽ ക്രോസ് E എന്ന് പറയുന്നത് മൈനസ് ഡോ/B/t നമുക്ക് മാക്സ്വെൽസ് ഇക്വേഷനിൽ നിന്ന് അറിയാം. അപ്പം നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഡെൽ ക്രോസ് ഇക്ക് പകരം നമ്മൾ ഈ മൈനസ് ഡോ/B/t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഡോ/t ഓഫ് ഡെൽ ക്രോസ് JS മൈനസ് NS E²/m ഡോ/B/t എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഈ ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഡോ/t ഓഫ് ഡെൽ ക്രോസ് JS dt മൈനസ് NS E²/m B0 to B ഡോ/B/t ഇൻറ്റു dt. B0 എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സൂപ്പർ കണ്ടക്ടർ. അത് ടു മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദി സൂപ്പർ കണ്ടക്ടറിൽ സർഫസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് B. അപ്പോൾ അതിന് നമ്മൾ ഇൻ്റഗ്രേഷൻ ലിമിറ്റും കൊടുത്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ആ ഡെറിവേറ്റീവ് അങ്ങ് പോയിട്ട് ഡെൽ ക്രോസ് JS എന്ന് മാത്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വന്നു. RHSൽ മൈനസ് NS E²/m B എന്ന് മാത്രം വന്നു. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ പിന്നെ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ B മൈനസ് B0 എന്ന് വന്നു. B0 ഇസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സൂപ്പർ കണ്ടക്ടർ. സൂപ്പർ കണ്ടക്ടറിൻ്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് B0. അപ്പോൾ അത് 0 ആയിട്ടാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ മീസ്നർ എഫക്റ്റ് അനുസരിച്ച് മാഗ്നറ്റിക് ഫ്ലെക്സ് അകത്തില്ല, ഒരു സ്പെസിമെൻ്റ് അകത്തില്ല, അതുകൊണ്ട് B0 0 ആയിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡെൽ ക്രോസ് JS മൈനസ് NS E²/m ഇൻറ്റു B. ദിസ് ഈസ് കോൾഡ് ദ സെക്കൻഡ് ലണ്ടൻ ഇക്വേഷൻ. ഇതിനെയാണ് നമ്മൾ സെക്കൻഡ് ലണ്ടൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഡിനോട്ട്സ് വേരിയേഷൻ ഓഫ് കറണ്ട് ഡെൻസിറ്റി വിത്ത് ഡിസ്റ്റൻസ്. കറണ്ട് ഡെൻസിറ്റി വിത്ത് ഡിസ്റ്റൻസ് ഉള്ള വേരിയേഷനാണ് ഈ സെക്കൻഡ് ലണ്ടൻ ഇക്വേഷൻ കാണിക്കുന്നത്. ഫസ്റ്റ് ലണ്ടൻ ഇക്വേഷൻ ആണെങ്കിൽ കറണ്ട് ഡെൻസിറ്റി വിത്ത് ടൈമിൻ്റെ വേരിയേഷൻ ആണ് കാണിക്കുന്നത്. ദീസ് ആർ ദ ടു ലണ്ടൻ ഇക്വേഷൻ എക്സ്പ്രസ്സസ് ദ വേരിയേഷൻ ഓഫ് കറണ്ട് ഡെൻസിറ്റി. ഇനി അടുത്ത ടോപ്പിക്കിൽ ലണ്ടൻ പെനിട്രേഷൻ ഡെപ്ത് എന്താണെന്നുള്ളതാണ്.
According to London equations, the flux does not suddenly drops to zero at the surface of type 1 superconductors but decreases exponentially. To express this decrease, we start from Maxwell equation. അപ്പോൾ ലണ്ടൻ ഇക്വേഷൻ അനുസരിച്ച് ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടറിൽ നിന്ന് പെട്ടെന്ന് മാഗ്നറ്റിക് ഫ്ലക്സ് പുറത്തോട്ട് എക്സ്പെല് ചെയ്യത്തില്ല. അത് പെതുക്കെ ഡിക്രീസ് ചെയ്തിട്ട് ആ മാഗ്നറ്റിക് ഫ്ലക്സ് പുറത്തോട്ട് പോകത്തുള്ളൂ. അത് എക്സ്പൊണൻഷ്യലി ആയിരിക്കും ഡിക്രീസ് ചെയ്യുന്നത്. അത് കാണിക്കുന്ന ആ എക്സ്പൊണൻഷ്യലി എത്ര ഡിക്രീസ് ചെയ്തു എന്ന് കാണിക്കുന്നതാണ് ലണ്ടൻ പെനിട്രേഷൻ ഡെപ്ത്. ടു എക്സ്പ്രസ് ദിസ് ഡിക്രീസ് വി സ്റ്റാർട്ട് ഫ്രം മാക്സ്വെൽസ് ഇക്വേഷൻ. ആ ഡിക്രീസ് എത്രമാത്രം ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്നതാണ് ലണ്ടൻ പെനിട്രേഷൻ ഡെപ്ത്. അപ്പോൾ അത് നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷനിൽ നിന്നാണ് തുടങ്ങുന്നത്. ഡെൽ ക്രോസ് ബി ഇസിക്കൽ ടു മ്യൂ 0 J പ്ലസ് മ്യൂ 0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി എന്നാണ് സാധാ നമ്മുടെ മാക്സ്വെൽസ് ഇക്വേഷൻ. പക്ഷേ സൂപ്പർ ഇലക്ട്രോൺസിനകത്ത് ഡെൽ ക്രോസ് ബി ഇസിക്കൽ ടു മ്യൂ 0 J എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഈ ഇക്വേഷൻ്റെ കേൾ എടുക്കുകയാണ്. രണ്ട് സൈഡിലും കേൾ എടുക്കുമ്പോഴത്തേന് ഡെൽ ക്രോസ് ബി ഇസിക്കൽ ടു മ്യൂ 0 ഡെൽ ക്രോസ് ജെ എസ് എന്ന് കിട്ടും. നമ്മുടെ കയ്യിലൊരു റിസൾട്ട് ഉണ്ട്. ഡെൽ ക്രോസ് ബി എന്ന് വെച്ചാൽ ഡെൽ ഡോട്ട് ബി മൈനസ് ഡെൽ സ്ക്വയർ ബി. ആ ഡെൽ ക്രോസ് ബിക്ക് പകരം നമ്മൾ ഇതിട്ട് കൊടുക്കുകയാണ്. ഡെൽ ഡോട്ട് ബി മൈനസ് ഡെൽ സ്ക്വയർ ബി ഇവിടെ ഇട്ട് കൊടുത്തു. ഈസിക്കൽ ടു മ്യൂ 0 ഇൻറ്റു ഡെൽ ക്രോസ് ജെ എസ്. മാക്സ്വെൽസ് ഇക്വേഷൻ അനുസരിച്ച് നമുക്കറിയാം ഡെൽ ഡോട്ട് ബി 0 ആണ്. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡെൽ ഡോട്ട് ബി 0 ആയി പോകും. അപ്പം ബാക്കിയുള്ളത് മൈനസ് ഡെൽ സ്ക്വയർ ബി ഈസിക്കൽ മ്യൂ 0 ഡെൽ ക്രോസ് ജെ എസ്. ലണ്ടൻ സെക്കൻഡ് ഇക്വേഷൻ അനുസരിച്ച് ഡെൽ ക്രോസ് ജെ എസിൻ്റെ വാല്യൂ നമുക്ക് അറിയാം, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മൈനസ് എൻ എസ് ഇ സ്ക്വയർ ബൈ എം ഇൻറ്റു ബി. അത് നമ്മൾ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം മൈനസ് നമുക്ക് കിട്ടുന്നത് മൈനസ് ഡെൽ സ്ക്വയർ ബി മ്യൂ 0 മൈനസ് എൻ എസ് ഇ സ്ക്വയർ ബൈ എം ഇൻറ്റു ബി എന്ന് കിട്ടും. രണ്ട് സൈഡിലും നെഗറ്റീവ് പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡെൽ സ്ക്വയർ ബി ഈസിക്കൽ ടു മ്യൂ 0 എൻ എസ് ഇ സ്ക്വയർ ബൈ എം ഇൻറ്റു ബി. ഡെൽ സ്ക്വയർ ബി ഈസിക്കൽ ടു 1 ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു ബി എന്ന് നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. ഈ ലാംഡ എന്ന് പറയുന്നതാണ് ലണ്ടൻ പെനിട്രേഷൻ ഡെപ്ത്. അത് ആ ലാംഡയുടെ വാല്യൂ എം ബൈ മ്യൂ 0 എൻ എസ് ഇ സ്ക്വയർ റേസ് ടു 1/2 റൂട്ട് ഓഫ് എം ബൈ മ്യൂ 0 എൻ എസ് ഇ സ്ക്വയർ. ആ ലാംഡയെ നമ്മൾ വിളിക്കുന്നതാണ് ലണ്ടൻ പെനിട്രേഷൻ ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഡെൽ സ്ക്വയർ ബി ഈസിക്കൽ ടു 1 ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു ബി. ബി ആണ് നമ്മുടെ അടുത്ത മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഒരു ഇക്വേഷൻ്റെ 1 ഡയമെൻഷണൽ ഫോം നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഡെൽ സ്ക്വയർ ബി സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ്കൽ 1 ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു ബി സെഡ്. ഹിയർ ഇറ്റ് ഈസ് സപ്പോസ് ടു ദാറ്റ് ദ സ്പെസിമെൻ ഈസ് സെമി ഇൻഫിനിറ്റ് വിത്ത് ഇറ്റ് സർഫസ് ലൈങ് ഇൻ ദ വൈ സെഡ് പ്ലെയിൻ ആൻഡ് ദ ഫീൽഡ് ഈസ് അപ്ലൈഡ് ഇൻ ദ ഇസഡ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഫീൽഡ് ഇസഡ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ബി ഇസഡ് എന്ന് കൊടുത്തു. ശരിക്കും 1 ഡയമെൻഷണൽ ഫോം എക്സ് ആക്സിലുള്ള 1 ഡയമെൻഷണൽ ഫോമിലുള്ള ഇക്വേഷനാണ് നമ്മൾ ഈ എഴുതിയേക്കുന്നത്. അപ്പോൾ അതിന് സൊല്യൂഷൻ എന്ന് പറയുന്നത് ബി സെഡ് ഓഫ് എക്സ് ഇസിക്കൽ ബി സെഡ് ഓഫ് 0 ഇൻറ്റു എക്സ്പൊണൻഷ്യൽ മൈനസ് എക്സ് ബൈ ലാംഡ എന്ന് കിട്ടും. ബി സെഡ് ഓഫ് 0 എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സർഫസ് ആണ്. അപ്പോൾ നമുക്ക് അതിനെ 0 നമുക്ക് ബി ഓഫ് ഇസഡ് ഓഫ് 0 എന്ന് പറയുന്നത് നമുക്ക് ബി ഓഫ് 0 എന്ന് തന്നെ കൊടുക്കാം. എക്സ് ഇസിക്കൽ ടു നമ്മൾ ലാംഡ എന്ന് കൊടുക്കും. എക്സ് എന്ന് പറയുന്നത് ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ ലാംഡ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ആണ് ഈ എക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ലാംഡ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി ഓഫ് ലാംഡ ഇസിക്കൽ ബി 0 ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ ലാംഡ എന്ന് വരും. ഇ റേസ് ടു -1 വരും. അതിന് നമ്മൾ താഴോട്ട് കൊണ്ടുപോയത്തിന് ബി ഓഫ് ലാംഡ ഇസിക്കൽ ബി 0 ബൈ ഇ എന്ന് നമുക്ക് കിട്ടും. This indicates that the flux density decreases exponentially inside the superconductor, falling to 1 by E of its initial value at a distance of lambda. Depth of penetration എന്ന് പറയുന്നത് എക്സ് at a distance of lambda ആകുമ്പോൾ, അതായത് എക്സ് ലാംഡ ആകും 1 by E ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ആദ്യം ഉള്ളതിൽ നിന്ന് കുറയും. 1 by E എക്സ്പൊണൻഷ്യൽ ആയിട്ട് അത് ഡിക്രീസ് ചെയ്യും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ലണ്ടൻ പെനിട്രേഷൻ ഡെപ്ത് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഗ്രാഫിൽ കാണാൻ പറ്റും. മാഗ്നറ്റിക് ഫീൽഡിൻ വൈ ആക്സിസ് എടുത്തിട്ടുണ്ട്. ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എക്സ് നമ്മൾ എക്സ് ആക്സിൽ എടുത്തിട്ടുണ്ട്. എക്സ് ഇസിക്കൽ ടു ലാംഡ ആകുമ്പം നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ ബി 0 ബൈ ഇ എന്ന് കിട്ടും. അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചത്. ദ പെനിട്രേഷൻ ഡെപ്ത് ഈസ് ഓൾസോ ഫൗണ്ട് ടു ബി ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ അക്കോർഡിംഗ് ടു ദ റിലേഷൻ. ടെമ്പറേച്ചറുമായിട്ട് ഈ പെനിട്രേഷൻ ഡെപ്തിന് റിലേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ലാംഡ ഓഫ് ടി ഇസിക്കൽ ടു ലാംഡ ഓഫ് 0 ഇൻറ്റു 1 മൈനസ് ടി റേസ് ടു 4 ബൈ ടി സി റേസ് ടു 4 റേസ് ടു 1/2. ടി ടെമ്പറേച്ചറും ടി സി ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും. വെൻ ലാംഡ ഓഫ് 0 ഈക്വൽ ടു ലാംഡ ഓഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ 0 കൊടുക്കുമ്പോൾ നമുക്ക് ലാംഡ എന്ന് തന്നെയുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്.
ദ പെനിട്രേഷൻ ഡെപ്ത് അറ്റ് 0 കെൽവിൻ എപ്പോഴും ലാംഡ ആയിരിക്കും. ലാംഡ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടി ആൻഡ് ബിക്കം ഇൻഫൈനൈറ്റ് അറ്റ് ടി ഈസ് ഈക്വൽ ടു ടി സി. ഈ ലാംഡ എന്ന് പറഞ്ഞ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അതായത് ടി ഈക്വൽ ടു ടി സി ആകുന്നവരെ, അതിൻ്റെ ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടി ഈക്വൽ ടു ടി സി ആകുന്നവരെ ഈ ലാംഡ പെനിട്രേഷൻ ഡെപ്ത് കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ ടി ഈക്വൽ ടു ടി സി ആകുമ്പോൾ ഇതങ്ങ് ഇൻഫൈനൈറ്റ് ആവും. ദിസ് ഈസ് എക്സ്പെക്റ്റഡ് ബിക്കോസ് ഇറ്റ് ടി ഈക്വൽ ടു ടി സി, ടി ഈക്വൽ ടു ടി സി ആകുമ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അത് എന്തുകൊണ്ടാണ് അത്ര ഇൻഫൈനൈറ്റ് ആകുന്നത് എന്ന് വെച്ചാൽ, ദ സബ്സ്റ്റൻസ് ചേഞ്ചസ് ഫ്രം സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ടു നോർമൽ സ്റ്റേറ്റ് വെൻ ദ ഫീൽഡ് ക്യാൻ പെനിട്രേറ്റ് to the whole specimen, that is specimen has an infinite depth of penetration. T is equal to TC ആകുമ്പോഴത്തേന് സബ്സ്റ്റൻസ് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ നിന്ന് നോർമൽ സ്റ്റേറ്റിലോട്ട് പോകും. ആ ഒരു വാല്യൂലോട്ട് ടി ഇസ് ഇക്വൽ ടു ടി സി തൊട്ട്. അതുകൊണ്ടാണ് ഇതിനെ ഇൻഫൈനൈറ്റ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ കാണിക്കുന്നത്. Since the London penetration depth and the number of super electrons is inversely related to each other, London penetration depthും number of super electronsും inversely related ആണ്. അതുകൊണ്ട് നമുക്ക് NS number of super electrons, അതിൻ്റെ നമ്പർ ഡെൻസിറ്റിക്ക് നമുക്ക് ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. NS is equal to N0 into 1 minus T raised to 4 by TC raised to 4. ഇനി ഈ N0യെ നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ NS by N0 എന്ന് കിട്ടും. ഇറ്റ്സ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 1 മൈനസ് ടി റേസ് ടു 4 ബൈ ടി സി റേസ് ടു 4. ഇതിനെയാണ് നമ്മൾ പറയുന്നത് W, അതിൻ്റെയാണ് ഓർഡർ ഓഫ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ റേഷ്യോ, സൂപ്പർ ഇലക്ട്രോൺസ് ടു ദ ഒറിജിനൽ വാല്യൂവിൻ്റെ റേഷ്യോ ആണ് ഓർഡർ ഓഫ് പാരാമീറ്റർ, വിച്ച് ക്യാരക്ടറൈസ് ദ ഡിഗ്രി ഓഫ് ഓർഡർ ഇൻ ദ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ്. എത്ര ഡിഗ്രി ഓഫ് ഓർഡർ എന്തുവാണെന്ന് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്, സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിലെ ഡിഗ്രി ഓഫ് ഓർഡർ എന്തുവാണെന്ന് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് W is equal to 1 minus T raised to 4 by TC raised to 4. ഈ ഓർഡർ ഓഫ് പാരാമീറ്റർ വെച്ച് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കൊഹറൻസ് ലെങ്ത് എന്ന് പറയുന്നത്. ഈ ഓർഡർ ഓഫ് പാരാമീറ്ററുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആ ഓർഡർ ഓഫ് പാരാമീറ്റർ വെച്ചാണ് നമ്മൾ ഈ കൊഹറൻസ് ലെങ്ത് ഡിഫൈൻ ചെയ്യുന്നത്. പിപ്പാർഡ് 1953 വാസ് ദ ഫസ്റ്റ് ടു റെക്കഗ്നൈസ് ദ ഐഡിയ ഓഫ് ട്രാൻസിഷൻ ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ദ ഓർഡർ പാരാമീറ്റർ W. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് വിത്തിൻ വിച്ച് ദ ഓർഡർ പാരാമീറ്റർ W ചേഞ്ചസ് ഫ്രം ഇറ്റ്സ് മാക്സിമം വാല്യൂ ഇൻ ദ ബൾക്ക് സൂപ്പർ കണ്ടക്ടിങ് റീജിയൻ ടു 0 ഇൻ ദ നോർമൽ റീജിയൻ. ഈ ഗ്രാഫിൽ കാണാൻ പറ്റും ഈ നോർമൽ സ്റ്റേറ്റിൽ നിന്നും സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ നിന്ന് ഈ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് വന്നിട്ട് അത് ചേഞ്ച് ചെയ്യും. ഫ്രം ഇറ്റ്സ് മാക്സിമം ടു മിനിമത്തിലേക്ക്, അത് 0യിലേക്ക് ഇത് ചേഞ്ച് ചെയ്യും. ആ ഒരു ചേഞ്ച് ചെയ്യുന്ന റീജിയൻ എത്രയാണോ അതാണ് നമ്മളിവിടെ കൊഹറൻസ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. ദിസ് ഡിസ്റ്റൻസ് ഈസ് നോൺ ആസ് കൊഹറൻസ് ലെങ്ത്. സൈ ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സൈ നമ്മൾ വേറൊരു രീതിയിലും സിമ്പിൾ റെപ്രസെൻറ്റ് ചെയ്യും, പക്ഷേ ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ഒരു സിമ്പിളിലാണ് സൈയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഡിപ്പെൻസ് ഓൺ ദ പ്യൂരിറ്റി ഓഫ് ദ സാമ്പിൾ. ഈ കൊഹറൻസ് ലെങ്ത് പ്യൂരിറ്റി അനുസരിച്ച്, സാമ്പിളിൻ്റെ പ്യൂരിറ്റി അനുസരിച്ചായിരിക്കും കൊഹറൻസ് ലെങ്ത്തിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഈ നോർമൽ ഇത്രയേ ഉള്ളൂ. ഓർഡർ ഓഫ് പാരാമീറ്റർ എവിടം തൊട്ട് ചേഞ്ച് ചെയ്യുന്നു, നോർമൽ സ്റ്റേറ്റിൽ നിന്നും സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ നിന്നും ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ആ സ്റ്റേറ്റ് എവിടം തൊട്ട്, ഫ്രം മാക്സിമം എവിടം തൊട്ട് 0 വരെ എവിടം വരെ ചേഞ്ച് ചെയ്യുന്നു, ആ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് സൈ എന്ന് കിട്ടുന്നത്. സൈ 0 ഈസ് ഇക്വൽ ടു h കട്ട് VF by 2 ലാംഡ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട് കൊഹറൻസ് ലെങ്ത്തിന് സൈ 0 കണ്ടുപിടിക്കാൻ. VF എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ ഫെർമി സർഫസ് ആൻഡ് ഡെൽ എന്ന് പറയുന്നത് അവിടുത്തെ എനർജി ഗ്യാപ്പ് ആയിരിക്കും. ആ ഒരു കൊഹറൻസ് ലെങ്ത് കാണിക്കുന്നതിൻ്റെ ഒരു ഗ്രാഫ് അല്ല ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. കൊഹറൻസ് ലെങ്ത് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഓർഡർ ഓഫ് പാരാമീറ്റർ ഫ്രം മാക്സിമം എവിടം തൊട്ട് 0 വരെ എവിടെ വരെ ചേഞ്ച് ചെയ്യുന്നു ആ ഒരു ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് കൊഹറൻസ് ലെങ്ത്. അടുത്തത് BCS തിയറി. The modern theory of superconductivity was put forward by Bardeen, Cooper and Schrieffer in 1957 and hence named BCS theory. Bardeen, കൂപ്പർ ആൻഡ് ഷ്രിഫർ എന്ന് പറഞ്ഞ 3 സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച് തിയറിയാണ് BCS തിയറി എന്ന് പറയുന്നത്. അവരുടെ ആ ഫസ്റ്റ് ലെറ്റർ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചാണ് ഈ തിയറി എഴുതിയേക്കുന്നത്. BCS എന്ന് വെച്ചാൽ ബാർഡിൻ്റെ B, കൂപ്പർ C ആൻഡ് ഷ്രിഫർ S. അത് വെച്ചാണ് ഈ BCS തിയറി എന്നൊരു പേര് വന്നത്. അവർ കണ്ടുപിടിച്ചത് 1957 ഇതിന് നമ്മൾ 3 പാർട്സ് ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ, ലാറ്റിസ് ഡിഫോർമേഷൻ, അത് ഒരു പാർട്ട്. അതായത് ആ ഒരു പാർട്ടിൽ നമ്മൾ BCS തിയറിയെ നമ്മൾ എങ്ങനെ കാണുന്നു, അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അടുത്തത് നമ്മൾ കൂപ്പർ പെയറിൽ എങ്ങനെയാണ് BCS തിയറി എങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്തത് BCS ഗ്രൗണ്ട് സ്റ്റഡി. ഈ 3 പാർട്ടിലെ കാര്യങ്ങളാണ് BCS തിയറിക്കകത്ത് പറയുന്നത്.
ഒന്നാമത്തെ ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ ഓർ ലാറ്റിസ് ഡീഫോമേഷൻ. ഫോണോൺ ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ നമുക്ക് ഇതിനൊരു പേരുണ്ട്. അപ്പം 1950 ആയപ്പം ഫ്രോലിക് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് സൂപ്പർ കണ്ടക്റ്റീവിലെ 2 ഇലക്ട്രോൺസിൻ്റെ അട്രാക്ഷനെ പറ്റി പറഞ്ഞു. 2 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ്. അപ്പോൾ സെയിം ചാർജ് ഒരിക്കലും അട്രാക്ട് ചെയ്യത്തില്ല. അപ്പോൾ ആ ഒരു അട്രാക്ഷനെ പറ്റി ഫ്രോലിക് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് പറഞ്ഞു. അതായത് ഈ ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ എങ്ങനെയാണ് എന്ന് പറഞ്ഞു. പക്ഷെ അതിന് പേര് കൊടുക്കാനോ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പറയാനോ ഒന്നും പറ്റില്ല. പക്ഷെ ഇങ്ങനൊരു ഇൻട്രാക്ഷൻ നടക്കും, ഇലക്ട്രോൺ തമ്മിലൊരു ഇൻട്രാക്ഷൻ നടക്കും എന്ന് ഈ സയൻറ്റിസ്റ്റ് പറഞ്ഞു. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഈ BCS തിയറി വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. In order to understand the direct interaction, let us consider an electron passing through the packing of positive ions. Because it is negatively charged, it is attracted by the neighboring positive ions and gets screened by them. The screening greatly reduces the effective charge of electron. In fact, the ion core may produce a net positive charge on this assembly. At the same time, due to the interaction between the electron and the ion core, the lattice gets deformed to a local scale. അപ്പം ഈ ഒരു ഫിഗർ വെച്ച് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ നടക്കുന്നത്. ഈ റെഡ് കളറിൽ ബീഡ്സ് കാണിച്ചേക്കുന്നതെല്ലാം പോസിറ്റീവ് അയോൺസ് ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ ബ്ലൂവിൽ കാണിച്ചിരിക്കുന്ന ഇലക്ട്രോൺ 1 എന്ന പേര് കൊടുത്തേക്കുന്നത് നമ്മുടെ ഒരു ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ നമ്മൾ ഈ ലാറ്റിസ് സൈറ്റ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ്ലി അതായത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കും, ഓർഡർലി അറേഞ്ച് ചെയ്ത് വെച്ചേക്കും. ഈ ലാറ്റിസ് സൈറ്റിലോട്ട് നമ്മൾ ഈ ഇലക്ട്രോണിനെ കൊണ്ടുവരുമ്പം ഈ അതിൻ്റെ ചുറ്റുമുള്ള പോസിറ്റീവ് അയൺസ് അതിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ അവിടെ ഒരു സ്ക്രീനിങ് നടക്കും. ഈ ഇലക്ട്രോണിൻ്റെ ചുറ്റും ഒരു സ്ക്രീനിങ് നടന്നിട്ട് അവിടെ ഒരു റീജിയൻ രൂപപ്പെടും. ആ ഒരു റീജിയനെ ശരിക്കും പറയുന്ന പേരാണ് ഫോണോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് റീജിയൻ കിട്ടും. അതിനെയാണ് നമ്മൾ ഫോണോൺ എന്ന് വിളിക്കുന്നത്. ഇനി അതിൻ്റെ അടുത്തോട്ട് ഒരു ഇലക്ട്രോണിനെയും കൂടെ കൊണ്ടുവരുമ്പോഴത്തേന് ഒരിക്കലും ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യത്തില്ല. പക്ഷേ ഈ കേസിൽ ഇലക്ട്രോൺ തമ്മിൽ ചെറിയ ഇൻട്രാക്ഷൻ സംഭവിക്കും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ഫോണോണിൻ്റെ പോസിറ്റീവ് ചാർജ് മൂലം അവിടുത്തെ ആ റീജിയൻ മൊത്തം പോസിറ്റീവായി, ഈ ഇലക്ട്രോൺ 1 എന്ന് കാണിച്ചേക്കുന്ന റീജിയൻ മൊത്തം പോസിറ്റീവായിട്ട് അവിടെ ഒരു റീജിയൻ ഉണ്ടാകും, പോസിറ്റീവ് റീജിയൻ ഉണ്ടാകും. അതിലോട്ട് ഈ ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യുമ്പോഴത്തേന് ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ അവിടെ നടക്കും. അങ്ങനെ ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ നടക്കുമ്പോഴത്തേന് അവിടെ ലാറ്റിസ് ഡീഫോമേഷൻ നടക്കും. അതുകൊണ്ട് ഈ ഒരു ഫിഗറിൽ കാണിച്ചേക്കുന്ന പോലെ ആദ്യം ഒരു ലാറ്റിസിലോട്ട് ഒരു ഇലക്ട്രോൺ വന്നു. അതിനുശേഷം ഈ പോസിറ്റീവ് അയൺസ് എല്ലാം കൂടി ഇലക്ട്രോണിനെ സ്ക്രീൻ ചെയ്തു. അത് അവിടെ ഒരു റീജിയൻ ഉണ്ടായി, ആ ബ്ലൂ ഡോട്ടഡ് ലൈൻസ് കാണിച്ചേക്കുന്ന ആ ഒരു റീജിയൻ ഉണ്ടായി. അതിലോട്ട് അടുത്തൊരു ഇലക്ട്രോൺ വരുമ്പോൾ ആ ഇലക്ട്രോൺ ഇൻട്രാക്ട് ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ ഒരു ഫോണോൺ, അതായത് ഒരു പോസിറ്റീവ് റീജിയൻ ഉണ്ടായിട്ട് അത് തമ്മിൽ അതിൻ്റെ ഒരു ഇൻട്രാക്ഷൻ മൂലമാണ് അവിടെ ഇലക്ട്രോൺ ഇൻട്രാക്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ 2 ഇലക്ട്രോണിൻ്റെ പെയറിനെയാണ് കൂപ്പർ പെയർ എന്ന് പറയുന്നത്. ഈ ഫിഗറിലും കാണിച്ചേക്കുന്നത് അതുപോലെ തന്നെയാണ്. ഇവിടെ ഒരു ഇലക്ട്രോൺ വരുന്ന ആ യെല്ലോ കാണിച്ചേക്കുന്ന അതും മൊത്തം ഫോണോൺ റീജിയനാണ്, അതായത് പോസിറ്റീവ് ചാർജ് ഉള്ള റീജിയനാണ് കാണിച്ചേക്കുന്നത്. അവിടെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ലാറ്റിസ് ഡീഫോം ചെയ്യും. നേരെ ഇരിക്കുന്ന ക്രിസ്റ്റൽ ലാറ്റിസ് ആ ഷേപ്പിനൊരു ഡീഫോമേഷൻ, അതായത് വേറൊരു ഫോമിൽ ആകും. അതുകൊണ്ടാണ് അതിനെ ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ ഓർ ലാറ്റിസ് ഡീഫോമേഷൻ എന്ന് പറയുന്നത്. Suppose another electron passes by the side the assembly of the said electron and the ion core. The second electron does not see simply the bare electron but a deformed lattice and gets attracted towards the assembly. ഇതിപ്പോൾ പറഞ്ഞതുപോലെ പക്ഷെ ഒരു ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യത്തില്ല, ഓപ്പോസിറ്റ് ചാർജ് മാത്രമേ അട്രാക്ട് ചെയ്യത്തുള്ളൂ. ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ട് തമ്മിൽ അട്രാക്ട് ചെയ്യത്തില്ല. പക്ഷേ അവിടെ ആ റീജിയനിൽ ഒരു ഫോണോൺ, അതായത് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായതുകൊണ്ട് അത് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യും. It can said that the second electron interacts with the first via lattice deformation. അങ്ങനെ ഒരു ലാറ്റിസ് ഡീഫോമേഷൻ അവിടെ ഉണ്ടാവും. ഇനി വേവ് വെക്ടറിൻ്റെ കേസിൽ എങ്ങനെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? നമ്മൾ 2 വേവ് വെക്ടർ എടുക്കും, K1 ഉം K2. K1 എന്ന് പറഞ്ഞ ഒരു വേവ് വെക്ടർ ഇൻ ടേംസ് ഓഫ് വേവ് വെക്ടേഴ്സ് K ഓഫ് ദി 2 ഇലക്ട്രോൺസ് ദി ഇൻട്രാക്ഷൻ പ്രോസസ്സിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? K1 മൈനസ് Q ഈക്വൽ ടു K1 ഡാഷ്. K1 എന്ന് പറഞ്ഞ വെക്ടറിൽ നിന്ന് Q എന്ന് പറയുന്നത് ഫോണോണാണ്, അത് പുറത്തോട്ട് എമിറ്റ് ചെയ്യുക. അപ്പോൾ K1 മൈനസ് Q ആണ്. K1 മൈനസ് Q എന്ന് വെച്ചാൽ പുറത്തോട്ട് എമിറ്റ് ചെയ്യുന്നതുകൊണ്ട് അത്രയും ഫോണോണിൻ്റെ ആ ഒരു എനർജി കുറയാണ്. അപ്പോൾ ആ വെക്ടറിൽ നമ്മൾ എഴുതുന്നത് K1 മൈനസ് Q എന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് K1 ഡാഷ് ആയിരിക്കും. K1 മൈനസ് Q ഈസ് ഈക്വൽ ടു K1 ഡാഷ് എന്ന് കിട്ടും. ഇനി ആ K2 എന്ന് പറയുന്നത് അത് അവിടെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെ അബ്സോർബ് ചെയ്യുമ്പോഴത്തേന് K2 പ്ലസ് Q ആവും. അപ്പം K2 ഡാഷ് ആവും.
ഇനി ഈ രണ്ട് ഇക്വേഷനെയും കൂടെ നമ്മൾ ആഡ് ചെയ്യും. അപ്പം k1 പ്ലസ് k2 ഇസിക്കൽ k1 ഡാഷ് പ്ലസ് k2 ഡാഷ് എന്ന് കിട്ടും. അപ്പം ദ നെറ്റ് വേവ് വെക്ടർ ഓഫ് ദ പെയർ ഇസ് കൺസേർവ്ഡ്. അതായത് രണ്ടും ഈക്വൽ ആണ്. k1 പ്ലസ് k2 എടുത്താലും k1 ഡാഷ് പ്ലസ് k2 ഡാഷ് ആ ഫോണോൺ എമിറ്റ് ചെയ്യുകയും അബ്സോർബ് ചെയ്യുകയും അതായത് എമിറ്റ് ചെയ്യുമ്പം k1 ഡാഷ് കിട്ടും, അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ k2 ഡാഷ് കിട്ടും. അതിൻ്റെ സം എടുത്താലും ആദ്യത്തെ വെക്ടറിൻ്റെ രണ്ട് ഇലക്ട്രോൺസിൻ്റെ വെക്ടർ സം എടുത്താലും സെയിം ആണ്. അതായത് അത് കൺസേർവ്ഡ് ആണ് എന്ന് പറയാൻ പറ്റും. ഇനി അതിൻ്റെ രണ്ടാമത്തെ പാർട്ടിലോട്ട് പോയ കൂപ്പർ പെയറിനെ പറ്റി പറയാൻ പറ്റും. ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ മെറ്റൽസ് അറ്റ് ആബ്സല്യൂട്ട് സീറോ ഗിവൺ ബൈ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വെച്ച് ഒരു മെറ്റലിലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വെച്ചുള്ള ഇക്വേഷനാണ് എഫ് ഓഫ് ഇ ഈക്വൽ ടു 1 ബൈ എക്സ്പോണൻഷ്യൽ ഇ മൈനസ് ഇ എഫ് ബൈ കെ ടി പ്ലസ് 1. At t is equal to 0 Kelvin ആകുമ്പോൾ all the quantum states below the Fermi level EF are completely filled and all the quantum states above the EF are completely empty. t is equal to 0 Kelvinൽ ഇത് ഈ ഒക്കുപ്പൈഡ് സ്റ്റേറ്റും വേക്കൻറ്റ് സ്റ്റേറ്റും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫെർമി ലെവൽ അതായത് ഇ എഫിന് താഴെയാണെങ്കിൽ എല്ലാം ഒക്കുപ്പൈഡ് സ്റ്റേറ്റിലായിരിക്കും, ഫെർമി ലെവലിന് മേളിലാണെങ്കിൽ അത് എല്ലാം കംപ്ലീറ്റ്ലി എം ടി സ്റ്റേറ്റിലായിരിക്കും. സിമിലർലി ദ മൊമെന്റം ഡിസ്ട്രിബ്യൂഷൻ ഇലക്ട്രോൺസ് അറ്റ് ദ അബ്സല്യൂട്ട് സീറോ ഇൻ കെ സ്പേസ് ഒക്കുപ്പൈസ് എ സ്ഫിയർ ഓഫ് റേഡിയസ്. ഇത് തന്നെ മൊമെന്റം ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കെ സ്പേസിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു സ്ഫിയർ ഓഫ് റേഡിയസ് കിട്ടും. അതിൻ്റെ ആ സ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് കെ ഫിസിക്കൽ 2m ഇ എഫ് ബൈ എച്ച് കട്ട് സ്ക്വയർ റേസ് ടു 1/2. ഇത് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ വെച്ചുള്ള ചെറിയൊരു എക്സ്പ്ലനേഷനെ പറഞ്ഞിട്ടുള്ളൂ. കൂപ്പർ പെയർ ശരിക്കും പറഞ്ഞാൽ മറ്റേ ലാറ്റിസ് ഡീഫോർമേഷൻ ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ഇലക്ട്രോൺസ് ഇൻട്രാക്ട് ചെയ്തില്ല, ആ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് കൂപ്പർ പെയർ എന്ന് പറയുന്നത്. അതിൻ്റെ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ വെച്ചുള്ള കാര്യങ്ങളാണ് ഈ കൂപ്പർ പെയറിൻ്റെ ഈ ഒരു ഹെഡിങ്ങിൽ പറയുന്നത്. When two electrons are added to a metal at absolute zero, since all the quantum states with energies E less than or equal to EF are filled, therefore according to Pauli's exclusion principle, അപ്പം E less than or equal to EF എന്ന് പറയുന്നിടത്തെല്ലാം ഫിൽ ചെയ്തേക്കുമായിരിക്കും, ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തേക്കും. അതുകൊണ്ട് ഈ ഒരു ഒക്കുപ്പൈഡ് സ്റ്റേറ്റ് എന്ന് എഴുതിയേക്കുന്നത് ഫില്ല് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇലക്ട്രോൺസ് അവിടെ ഫില്ല് ചെയ്തിരിക്കുകയാണ്. Therefore, according to the Pauli's exclusion principle, they are forced to occupy states having energies E greater than EF. EFന് താഴോട്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പം പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ ഇലക്ട്രോൺസിന് ഒരു ഫോഴ്സ് ഉണ്ടാവും ഇ എഫിന് മുകളിലോട്ട്, എനർജിക്ക് ആ ഇ എഫ് എന്ന് പറഞ്ഞ ഫെർമി എനർജിക്ക് മുകളിലോട്ട് പോകാൻ. ഇൻ ദിസ് സിറ്റുവേഷൻ കൂപ്പർ ഷോഡ് ദാറ്റ് ഇഫ് ദർ ഇസ് എൻ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ടു ഇലക്ട്രോൺസ് ദേ ആർ ഏബിൾ ടു ഫോം എ ബൗണ്ട് സ്റ്റേറ്റ്. അപ്പം ഈ ഒരു ഫെർമി എനർജിക്ക് മേളിലോട്ട് എനർജി ആകുമ്പോൾ രണ്ട് ഇലക്ട്രോൺസ് ഒരു ബൗണ്ട് സ്റ്റേറ്റ് ഫോം ചെയ്യും. ദെൻ അവരുടെ രണ്ടുപേരും ടോട്ടൽ എനർജി 2EFന് താഴെയുമായിരിക്കും. ഈ ഒരു ഇലക്ട്രോൺസിൻ്റെ പെയറിനെയാണ് ആൻഡ് അവരുടെ മോഷൻസ് കോറിലേറ്റഡ് ആയിരിക്കും. ദീസ് ഇലക്ട്രോൺസ് ആർ പെയർഡ്. ഇങ്ങനെ രണ്ട് ഇലക്ട്രോൺസ് പെയർ ചെയ്യുകയും അവരുടെ മോഷൻസ് കോറിലേറ്റഡ് ആയിരിക്കും, രണ്ടുപേരും റിലേറ്റ് ചെയ്തിരിക്കുമായിരിക്കും. അപ്പോൾ ഈ ഒരു പെയറിനെയാണ് പറയുന്നത് കൂപ്പർ പെയർ ആൻഡ് ഈസ് നോൺ ആസ് കൂപ്പർ ഇലക്ട്രോൺ എന്ന് പറയും, ആ ഒരു പെയർ ഓഫ് ഇലക്ട്രോണിനെ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഫെർമി എനർജിക്ക് താഴെ ആകുമ്പോൾ ഇലക്ട്രോൺസ് എല്ലാം ഒക്യുപ്പൈഡ് സ്റ്റേറ്റിലായിരിക്കും. പക്ഷെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇ എഫിന് മേളിലോട്ട് ഈ ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യാൻ നോക്കും, അവർ ഫോഴ്സ് ചെയ്യും, അതായത് അങ്ങോട്ട് പോകാൻ നോക്കും. അങ്ങനെ പോകാൻ നോക്കുമ്പോഴത്തേന് ഒരു ബൗണ്ട് സ്റ്റേറ്റ് ആ രണ്ട് ഇലക്ട്രോൺസ് തമ്മിൽ ഒരു ബൗണ്ട് സ്റ്റേറ്റ് ഉണ്ടായിട്ട് ഇവരുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 2EFന് താഴെയായിരിക്കും, അവരുടെ മോഷൻ തമ്മിൽ കോറിലേറ്റഡ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു പെയറിനെയാണ് വിളിക്കുന്നത് കൂപ്പർ പെയർ എന്ന് പറയുന്നത്. ഇനി പെയറിംഗ് ബിറ്റ്വീൻ ദീസ് ടു ഇലക്ട്രോൺസ് ക്യാൻ ബി ബ്രോക്കൺ ഓൺലി ഇഫ് ആൻ എമൗണ്ട് ഓഫ് എനർജി ഈക്വൽ ടു ദ ബൈൻഡിങ് എനർജി സപ്ലൈഡ് ടു ദ സിസ്റ്റം. ഈ സിസ്റ്റത്തിലോട്ട് ഒരു ബൈൻഡിങ് എനർജി, ഈ പെയറിങ് മാറ്റണമെങ്കിൽ ഈ രണ്ട് ഇലക്ട്രോൺസും തമ്മിൽ പെയർ ചെയ്യുന്ന ഒരു പെയറിങ് മാറ്റണമെന്നുണ്ടെങ്കിൽ ബൈൻഡിങ് എനർജിക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു എനർജി ഇവിടെ കൊടുത്താൽ മാത്രമേ ആ പെയറിങ് മാറ്റാൻ പറ്റുള്ളൂ. ദ ബൈൻഡിങ് ഈസ് സ്ട്രോങ്ങസ്റ്റ് വെൻ ദ ഇലക്ട്രോൺസ് ഫോമിംഗ് ദ പെയർ ഹാവ് ഓപ്പോസിറ്റ് മൊമെന്റ് ആൻഡ് ഓപ്പോസിറ്റ് സ്പിൻസ്. ഈ ഒരു ഇലക്ട്രോൺസിന് ഓപ്പോസിറ്റ് മൊമെന്റേയും ഓപ്പോസിറ്റ് സ്പിന്നും ആണെങ്കിൽ ബൈൻഡിങ് സ്ട്രോങ് ആയിരിക്കും. അതായത് ബൈൻഡിങ് എനർജി നമ്മൾ സ്ട്രോങ് കൊടുക്കേണ്ടി വരും. ബൈൻഡിങ് എനർജി എന്ന് വെച്ചാൽ തമ്മിൽ ഇരിക്കുന്ന എനർജി, അതായത് ഈ രണ്ട് എനർജിക്കും ഓപ്പോസിറ്റ് അതിൻ്റെ ചാർജും മൊമെൻറ്റയും എങ്കിൽ അത് തമ്മിൽ നല്ല ബോണ്ട് കാണും. അപ്പം നമ്മൾ വലിയ ഒത്തിരി ബൈൻഡിങ് എനർജി കൊടുത്താലേ അതിന് നമുക്ക് ആ പെയറിനെ നമുക്ക് രണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് കെ അപ്പ് ആൻഡ് കെ ഡൗൺ സ്പിൻ. അത് വെക്ടർ സ്പേസിൽ എഴുതിയിരിക്കും. കെ പ്ലസും
plus kയും minus kയും. Therefore, it follows that if there is an attraction between any two electrons lying in the neighborhood of the Fermi surface, then all other electrons lying in that region will form Cooper pairs. അപ്പം ഈ കെ പ്ലസും കെ മൈനസും ആണെങ്കിൽ അത് രണ്ടുപേരും തമ്മിലുള്ള അട്രാക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം നമുക്ക് വലിയൊരു ബൈൻഡിങ് എനർജി കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു കൂപ്പർ ഇലക്ട്രോൺസ് ഒരു സ്ഥലത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ നൈബർഹുഡിലെല്ലാം, ഈ ഫെർമി സർഫസിലെ നൈബർഹുഡിലെല്ലാം ഈ കൂപ്പർ പേസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് ഒരു സർഫസിൽ ഉണ്ടായാൽ അതിൻ്റെ തന്നെ ആ ഒരു ഇൻട്രാക്ഷൻ കാരണം മറ്റേ ആ സർഫസിന് ചുറ്റുമുള്ളിടത്തെല്ലാം ഇങ്ങനെ കൂപ്പർ പേസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ദീസ് പേസ് ഓഫ് ഇലക്ട്രോൺസ് ആർ ഇൻ ഫാക്ട് സൂപ്പർ ഇലക്ട്രോൺസ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ സൂപ്പർ കണ്ടക്ടിവിറ്റി. ഈ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ശരിക്കും ഈ സൂപ്പർ ഇലക്ട്രോൺസ് ആണ് ഈ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ആ സൂപ്പർ ഇലക്ട്രോൺസിൻ്റെ ഈ കൂപ്പർ പെയർസ് ആണ് സൂപ്പർ കണ്ടക്ടിവിറ്റിക്ക് റെസ്പോൺസിബിൾ ആയിട്ട്. അതായത് സൂപ്പർ കണ്ടക്ടിവിറ്റി നടക്കുന്നത് ഈ ഒരു കൂപ്പർ പെയർസ് കാരണം ആണ്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് BCS ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നുള്ളതാണ്. When a pair of electrons lying just below the Fermi surface is taken just above it and they form a Cooper pair and their total energy is reduced. If it is done for one pair, it can be done for other pairs until the system can gain no additional energy by pair formation and the total energy is further reduced. ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ഫെർമി സർഫസിന് ബിലോ ആണെങ്കിൽ അതിനെ ആ ഫെർമി സർഫസിനെ എബോവ് ആക്കിയിട്ട് ഒരു കൂപ്പർ പെയർ ഫോം ചെയ്യും. അങ്ങനെ അതിൻ്റെ ടോട്ടൽ എനർജി റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു കൂപ്പർ പെയറിന് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിലുള്ള ബാക്കി എല്ലാ പെയർസിനും ഇതുപോലെ കൂപ്പർ പെയർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ടോട്ടൽ എനർജി റെഡ്യൂസ് ചെയ്തിട്ട് ആ സിസ്റ്റം ഫുള്ള് ടോട്ടൽ എനർജി റെഡ്യൂസ് ചെയ്യും. ആൻഡ് ക്യാൻ ഗെയിൻ നോ അഡീഷണൽ എനർജി ബൈ പെയർ ഫോർമേഷൻ. പെയർ ഫോർമേഷൻ വെച്ച് നമുക്ക് അഡീഷണൽ എനർജി ഒന്നും അതിന് ഗെയിൻ ചെയ്യേണ്ട, ഇങ്ങനെ റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ടോട്ടൽ സിസ്റ്റത്തിൻ്റെ എനർജി റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് BCS ഡൗൺ സ്റ്റേറ്റ് ഈസ് ദാറ്റ് ഈവൻ അറ്റ് അബ്സല്യൂട്ട് സീറോ ദ എനർജി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഡസ് നോട്ട് ഷോ എനി അബ്രപ്റ്റ് ഡിസ്കണ്ടിന്യൂറ്റി ആസ് ഇൻ ദ കേസ് ഓഫ് നോർമൽ മെറ്റൽസ്. നോർമൽ മെറ്റൽസിലെ പോലെ BCS ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് സീറോയിലും ഒരു ഡിസ്കണ്ടിന്യൂറ്റിയും കാണിക്കുന്നില്ല. എനർജി ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. ഇതിൻ്റെ ഒരു വേറെ ഫീച്ചർ എന്ന് വെച്ചാൽ അനദർ ഫീച്ചർ ഇസ് ദാറ്റ് ദ സ്റ്റേറ്റ്സ് ആർ ഓക്യുപ്പൈഡ് ഇൻ പെയർസ്. ദാറ്റ് ഈസ് ഇഫ് എ സ്റ്റേറ്റ് വെക്ടർ വിത്ത് k ആൻഡ് സ്പിൻ അപ്പ് ഈസ് ഓക്യുപ്പൈഡ്, ദെൻ ദ സ്റ്റേറ്റ് വെക്ടർ വിത്ത് k സ്പിൻ ഡൗൺ ഈസ് ഓൾസോ ഓക്യുപ്പൈഡ്. ഈ ഒരു BCS ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വെക്ടർ സ്പേസിൽ നമ്മൾ കെയും കെ ഡാഷും K1ഉം K2ഉം K1 ഡാഷും ഒക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു വെക്ടർ സ്പേസിൽ എങ്ങനെയാണ് കൂപ്പർ പെയർ ഫോം ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒരു സ്റ്റേറ്റ് വെക്ടറിൽ ഒരു സ്പിൻ അപ്പ് ഒക്കുപ്പൈഡ് ആണെങ്കിൽ അതിൻ്റെ തന്നെ ഡൗൺ സ്പിന്നും -k എന്ന് പറയുന്നതും ഒക്കുപ്പൈഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു BCS ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകതയാണിത്. ഒരെണ്ണം വേക്കൻ്റ് ആണെങ്കിൽ, അതായത് K ഡാഷ് വേക്കൻ്റ് ആണെങ്കിൽ മറ്റേതും വേക്കൻ്റ് ആയിരിക്കും. K ഡാഷ് അല്ല, K വെക്ടർ ഒരിടത്ത് വേക്കൻ്റ് ആണെങ്കിൽ മറ്റേ -k എന്ന് പറയുന്ന ഡൗൺ സ്പിന്നും വേക്കൻ്റ് ആയിരിക്കും. ഒരു കൂപ്പർ പെയർ ഈസ് ഇമാജിൻഡ് ടു ബി ആൻ ഇലക്ട്രോൺ പെയർ ഇൻ വിച്ച് ദ 2 ഇലക്ട്രോൺസ് ഓൾവേസ് ഒക്യുപ്പൈ സ്റ്റേറ്റ്സ്. ഒരു കൂപ്പർ പെയർ ഉണ്ടാവണമെങ്കിൽ എപ്പോഴും ഒക്യുപ്പൈഡ് സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നത്. K പ്ലസ്, അതായത് K അപ്പും ആകാം K ഡൗണും ആയിരിക്കും. രണ്ടും ഒക്യുപ്പൈഡ് സ്റ്റേറ്റിലായിരിക്കും. K ഡാഷ് അപ്പും ആകാം K ഡാഷ് ഡൗണും ആയിരിക്കും. രണ്ടും ഒക്യുപ്പൈഡ് സ്റ്റേറ്റിലായിരിക്കും. അതിൻ്റെ രണ്ടിനും ഓപ്പോസിറ്റ് സ്പിന്നും ആയിരിക്കും. നമ്മളൊരു കൂപ്പർ പെയറിൽ എപ്പോഴും ഓപ്പോസിറ്റ് സ്പിന്നും ആയിരിക്കും. അതായത് K അപ്പും K ഡൗണും ആയിരിക്കും. ആൻഡ് വിത്ത് ഓപ്പോസിറ്റ് K വെക്ടർ, അതായത് Kയും കാണും ഒരു -kയും കാണും. ഇങ്ങനെയാണ് ഒരു കൂപ്പർ പെയർ ഫോം ചെയ്യുന്നത്. ഒരു K പ്ലസ് കാണും, ഒരു +k, ഒരു -k, അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ സ്പിൻ അപ്പും ഒരെണ്ണത്തിൻ്റെ സ്പിന്ന് ഡൗണും ആയിരിക്കും. ഇങ്ങനെയാണ് ഒരു കൂപ്പർ പെയർ ഫോം ചെയ്യുന്നത്. പിന്നെ ഈ ലണ്ടൻ പെനിട്രേഷൻ ഡെപ്ത് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തായിരുന്നു എന്താണെന്ന്, അതും കൊഹറൻസ് ലെങ്തുമാണ് ഈ BCS ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ കോൺസിക്വൻസ്.